കോട്ടയം കാണാക്കരി സ്വദേശി ജെസ്സിയെ ഭർത്താവ് സാം കെ ജോർജ് കൊലപ്പെടുത്തിയത് ആസൂത്രിതമായി എന്ന് പോലീസ്. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കൊക്കയിൽ തള്ളി എന്നാണ് സാം മൊഴി നൽകിയത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണം. ബംഗളൂരുവിൽ ഒളിവിൽ കഴിഞ്ഞ സാമിനെ കോട്ടയം കുറവലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ 26-നാണ് കാണക്കാരിയിലെ വീട്ടിൽ വെച്ച് ജെസ്സിയെ സാം കൊലപ്പെടുത്തിയത്. ആദ്യം മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ചു, തുടർന്ന് ശ്വാസം മുട്ടിച്ചു കൊന്നു. ശേഷം മൃതദേഹം കാറിൽ കയറ്റി തൊടുപുഴയ്ക്കടുത്ത് ചെപ്പുകുളത്ത് കൊക്കയിൽ തള്ളി. 10 ദിവസം മുമ്പ് മൃതദേഹം തള്ളിയ സ്ഥലത്തെത്തി ഇയാൾ ആസൂത്രണം നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. പിന്നീട് സാം സുഹൃത്തായ വിദേശ വനിതയ്ക്കൊപ്പമാണ് ബംഗളൂരുവിലേക്ക് കടന്നത്. എന്നാൽ കൃത്യത്തിൽ ഇവർക്ക് പങ്കില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. MG യൂണിവേഴ്സിറ്റിയിൽ വിദേശ വനിതയെ പഠനത്തിനെത്തിച്ചതും സാമാണ്. പ്രതി മൃതദേഹം ഉപേക്ഷിക്കാൻ ഉപയോഗിച്ച കാർ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾക്ക് 2 വാഹനങ്ങളാണുള്ളത്. ഒരു ഫോർഡ് എൻഡേവർ വണ്ടിയും ഒരു റെനോ ഫ്ലുവൻസ് കാറും. അപ്പോൾ ഈ റെനോ ഫ്ലുവൻസ് കാറിൽ ബോഡി ഇയാൾ തന്നെ കയറ്റി അവിടെ കൊണ്ടുപോയി ഒരു 40 അടിയോളം താഴ്ചയുള്ള ഇന്നലെ നിങ്ങൾ കണ്ട ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇയാൾ തന്നെ വലിച്ചഴിച്ച് ബോഡി ഡിസ്പോസ് ചെയ്തു. കാർ കണ്ടെത്തണം. നമുക്കിനി കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം. ഒരു വീട്ടിലാണെങ്കിലും 2 നിലകളിലായിരുന്നു വർഷങ്ങളായി സാമും ജെസ്സിയും താമസിച്ചിരുന്നത്. സാമിന്റെ ബന്ധങ്ങളെ ചൊല്ലി പലതവണ ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. നാട്ടുകാരുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നില്ല. ആളുകളുമായിട്ട് അങ്ങനെ ഇടപെടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ 1-2 പ്രാവശ്യം ഇവിടുത്തെ ജെസ്സിനെ അത് നമ്മുടെ ഈ വോട്ട് സംബന്ധിച്ച് വരുമ്പോഴത്തേക്കിനും അങ്ങനെ അതുപോലെ പിരിവ് വല്ലതും ഉണ്ട് അങ്ങനെയൊക്കെയൊന്ന് ഇതിനകത്ത് കയറി വെല്ലടിച്ച് സിറ്റൗട്ടിലിരുന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തീരെ ചെറിയ 1-2 കാര്യങ്ങളിലേ ഉള്ളൂ. ജെസ്സിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മീഡിയ 1 കോട്ടയം.